ഹായ് ഓൾ. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ സെറ്റ് 1 സോൾവ് ക്വസ്റ്റ്യൻ സെറ്റ് 1ലെ 14th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. യൂസിങ് എ സ്യൂട്ടബിൾ ജാവ പ്രോഗ്രാം എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് മെമ്പേഴ്സ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, അപ്പം ആദ്യം അറിഞ്ഞിരിക്കുന്നത് എന്താണ് ഇൻഹെറിറ്റൻസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് മെക്കാനിസം ഓഫ് ക്രിയേറ്റിംഗ് എ ന്യൂ ക്ലാസ് ഫ്രം ആൻ എക്സിസ്റ്റിംഗ് ക്ലാസ് അല്ലേ. ഒരു എക്സിസ്റ്റിംഗ് ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് എന്താ ഒരു പുതിയ ക്ലാസ്സിൽ ഇൻഹെറിറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഫീച്ചർ ഇസ് നോൺ ആസ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, അഡീഷണൽ ഫീച്ചേഴ്സ്, ആ ഒരു ന്യൂ ക്ലാസ്സിൻ്റെ അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ടാവും, പ്ലസ് എന്താണ് പാരൻറ്റ് ക്ലാസ്സിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പം വെൻ എ ക്ലാസ് ഇസ് ഡിറൈവ് ഫ്രം എക്സിസ്റ്റിംഗ് ക്ലാസ് ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദി സൂപ്പർ ക്ലാസ് ആർ ഓട്ടോമാറ്റിക്കലി ഇൻഹെറിറ്റഡ് ഇൻ ദ സബ് ക്ലാസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? പ്രൈവറ്റ് ആൻഡ് പബ്ലിക് മെമ്പേഴ്സ്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഫസ്റ്റ് ഇൻഹെറിറ്റൻസിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ ചെയ്താൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് മെമ്പേഴ്സ്. ശരിക്കും പ്രൈവറ്റും പബ്ലിക് മെമ്പേഴ്സും എന്താണ്? ദേ ആർ ദ ആക്സസ് സ്പെസിഫയേഴ്സ്. ഓക്കെ, that is, if a subclass needs to access a superclass member, give that member private access. Okay, the private members of the superclass remain private in the superclass, hence are not directly accessible to the members of the subclass. Okay, parent class in the private members എല്ലാം മനസ്സിലാക്കുക. പാരൻറ്റ് ക്ലാസ്സിൻ്റെ അതായത് സൂപ്പർ ക്ലാസ്സിൻ്റെ പ്രൈവറ്റ് മെമ്പേഴ്സ് എല്ലാം പ്രൈവറ്റ് തന്നെ ആയിരിക്കും. സൂപ്പർ ക്ലാസ്സിന് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതായത് സബ് ക്ലാസ്സിന്, ചൈൽഡ് ക്ലാസ്സിന് അതിന് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ പബ്ലിക്കായിട്ട് മാറ്റുവാണെങ്കിൽ സബ് ക്ലാസ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഡയറക്റ്റ്ലി അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും ത്രൂ ദ ഇൻഹെറിറ്റബിൾ ആക്സസിബിൾ മെത്തേഡ്സ് ഓഫ് ദ സൂപ്പർ ക്ലാസ്. സൂപ്പർ ക്ലാസ്സിൻ്റെ മെത്തേഡ്സ് ചിലപ്പോൾ ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ എനിക്ക് എന്ത് ചെയ്യാം? ആ ഇൻഡയറക്റ്റ്ലി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൈവറ്റ് മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് പ്രൈവറ്റ് ആക്സസ് സ്പെസിഫയർ വെച്ചിട്ട് നമ്മൾ എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പം ഞാൻ ബേസ് ക്ലാസ് ഒന്ന് കൊടുത്തു, അതിനകത്തൊരു മെത്തേഡ് കൊടുത്തു. ആ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? പ്രൈവറ്റ് ആണ്. മനസ്സിലായല്ലോ? ഇവിടെ ബേസ് ക്ലാസ്സും ഉണ്ട്, ഡിറൈവ്ഡ് ക്ലാസ്സും ഉണ്ട്. ഞാൻ ബേസ് ക്ലാസ്സിന് ഞാൻ ബി എന്നും ഡിറൈവ്ഡ് ക്ലാസ്സിന് ഞാൻ ഡി എന്നേ കൊടുക്കുന്നുള്ളേ. ഓക്കെ, അപ്പം ഈ ബേസ് ക്ലാസ്സിൻ്റെ ഒരു പ്രൈവറ്റ് മെത്തേഡാണ് M1 അല്ലേ. പ്രൈവറ്റ് മെത്തേഡാണ് M1 എന്ന് പറയുന്നത്. ദെൻ ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ദാറ്റ് എക്സ്റ്റെൻസ് ബേസ് ക്ലാസ്. അതിൻ്റെ അകത്ത് തന്നെ മെത്തേഡ്സ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല, ബ്ലാങ്ക് ആണ്. ഇനി ഞാൻ ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഡിറൈവ്ഡ് ക്ലാസ് ഡീസികൾ ന്യൂ ഡിറൈവ്ഡ് ക്ലാസ്. ഇവിടെ നോക്കിക്കേ, ഞാൻ D.M1 എന്നാണ് കൊടുത്തിരുന്നത്. D.M1 എന്ന് പറയുമ്പോൾ ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെയാണ്. ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും അവിടെ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. നോർമലി എനിക്കിവിടെ പ്രൈവറ്റ് എന്ന് കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഇയാളെ ആക്സസ് ചെയ്ത് നേരെ ഇവിടെ പോകും. ഓക്കെ, ഇവിടെ പോകും. പക്ഷേ ഈ കേസിൽ എന്താണ്? അങ്ങനെ വരത്തില്ല. കാരണം എന്താണ്? അത് പ്രൈവറ്റായിട്ട് കൊടുത്തോണ്ട്. അപ്പോൾ ഇങ്ങനെ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുവാണെങ്കിൽ ഇവിടെ എന്ത് വരും? എറർ വരും. ഓക്കെ, ഇനി നമ്മൾ പബ്ലിക് ആക്സസ് സ്പെസിഫയർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പ്രൈവറ്റിന് പകരം ഞാൻ ഇവിടെ പബ്ലിക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ഡിറൈവ്ഡ് ക്ലാസ്സിന് വേറെ ഒന്നുമില്ല, പ്രൈവറ്റ് മാറ്റി ഇവിടെ പബ്ലിക്കാക്കി. അങ്ങനെ കൊടുക്കുവാണെങ്കിൽ ഇവിടെ എന്ത് പറ്റും? D.M1 വിളിച്ച് കഴിഞ്ഞാൽ നേരെ എങ്ങോട്ടേ പോകത്തുള്ളൂ? ഇങ്ങോട്ട് തന്നെ വരും. എന്നിട്ട് എന്ത് പറ്റും? ബേസ് ക്ലാസ് M മെത്തേഡ് അത് ഇൻവോക്ക് ചെയ്യും. മനസ്സിലായി? പ്രൈവറ്റ് ആണെങ്കിൽ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. പബ്ലിക് ആണെങ്കിൽ പബ്ലിക് ആക്സസ് സ്പെസിഫയർ വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാം? സൂപ്പർ ക്ലാസ്സിൻ്റെ അതായത് ബേസ് ക്ലാസ്സിൻ്റെ മെത്തേഡ് എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇൻഹെറിറ്റഡ് മെത്തേഡ് വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ. ഇതാണ് പ്രൈവറ്റും പബ്ലിക് ആക്സസ് സ്പെസിഫയറും. അപ്പം നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇവിടെ ഫസ്റ്റ് എന്താണ്? ഇവിടെയാണെങ്കിൽ പ്രൈവറ്റ് ആണെങ്കിൽ ഇവിടെ എറർ വരും, പബ്ലിക് ആണെങ്കിൽ ഇതിനകത്തുള്ള കണ്ടൻറ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, ദെൻ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാവർക്കും 14 ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 14B ക്വസ്റ്റ്യൻ ഇതാണ്. ഈസ് ഇറ്റ് പോസിബിൾ ടു യൂസ് ദ കീവേഡ് സൂപ്പർ വിത്തിൻ എ സ്റ്റാറ്റിക് മെത്തേഡ്? ഗീവ് ജസ്റ്റിഫിക്കേഷൻ ഫോർ യുവർ ആൻസർ. അപ്പം ആദ്യം നിങ്ങൾക്ക് അപ്പോൾ അറിയണം എന്താണ് സൂപ്പർ എന്ന് പറഞ്ഞ കീവേഡ്.
സൂപ്പർ എന്ന് പറഞ്ഞ കീവേഡ് എന്താണ്? ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് സൂപ്പർ കീവേഡ്. നമുക്ക് അതിന് മുന്നേ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ സൂപ്പർ കീവേഡ്. എന്താണ് സൂപ്പർ കീവേഡ് എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് യൂസ്ഡ് ടു റെഫറൻസ് ഇമ്മീഡിയറ്റ് പാരൻറ്റ് ക്ലാസ് ഒബ്ജക്റ്റ്. അതായത് പാരൻറ്റ് ക്ലാസ് ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൂപ്പർ കീവേഡ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സിൻടാക്സ് അറിയാലോ, സൂപ്പർ ഡോട്ട് വേരിയബിൾ. ഒരു ഇമ്മീഡിയറ്റ് പാരൻറ്റ് ക്ലാസ് ഇൻസ്റ്റൻസ് വേരിയബിളിന് ആക്സസ് ചെയ്യാൻ സൂപ്പർ ഡോട്ട് വേരിയബിൾ, മെത്തേഡിനാണെങ്കിൽ സൂപ്പർ ഡോട്ട് മെത്തേഡ്, ദെൻ ഒരു കൺസ്ട്രക്ടറിനെ ആണെങ്കിൽ ജസ്റ്റ് സൂപ്പർ എന്ന് പറഞ്ഞ് കോൾ ചെയ്താൽ മതി, ഇൻവോക്ക് ചെയ്താൽ മതി. ഞാൻ ഒന്ന് എന്താണെന്നുള്ള പറയാം. ഇവിടെ നോക്കി, ക്ലാസ് ആനിമൽ. ആനിമൽ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. ആനിമൽ എന്ന് പറഞ്ഞ ക്ലാസ്സാണ് നമ്മുടെ ബേസ് ക്ലാസ്. പിന്നെ ആരുണ്ട്? ഡോഗ്. ഡോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൈൽഡ് ക്ലാസ്. ഓക്കെ, അപ്പം ആനിമൽ എന്ന ക്ലാസ്സിൻ്റെ അകത്ത് ഒരു ഇൻസ്റ്റൻസ് വേരിയബിൾ ഉണ്ട്, വൈറ്റ്. ഓക്കെ, ആനിമലിൻ്റെ അകത്ത് ഒരു ഇൻസ്റ്റൻസ് വേരിയബിൾ ഉണ്ട്, വൈറ്റ്. അതേപോലെ വൈറ്റ് അല്ല, എന്താണ് പാരൻ്റ് അകത്തുള്ള ഇൻസ്റ്റൻസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ കളർ. ഓക്കെ, സിമിലർലി ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ് ദാറ്റ് എക്സ്റ്റെൻസ് ആനിമൽ, അതിൻ്റെ അകത്തും എന്തുണ്ട്? സെയിം ഇൻസ്റ്റൻസ് വേരിയബിൾ കളർ. ഓക്കെ, ഇനി പ്രിൻറ്റ് കളർ എന്ന് പറഞ്ഞാൽ ഡോഗിൻ്റെ ഒരു മെത്തേഡാണ്. ഇവിടെ ഞാൻ system.out.println കളർ എന്ന് വിളിക്കുമ്പോഴത്തേക്കും ആക്ച്വലി എന്തായിരിക്കും ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്നത്? ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ? ഈ കളർ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് നോർമലി ഇതെവിടെയാണ്? ഇതിലേ പോകത്തുള്ളൂ, ബ്ലാക്ക് പ്രിൻറ്റ് ചെയ്യും. ഇനി സൂപ്പർ ഡോട്ട് കളർ എന്ന് കൊടുക്കുകയാണ്. സൂപ്പർ ഡോട്ട് കളറിന് നോർമലി ഇവിടെ കളർ വിളിച്ചു കഴിഞ്ഞാൽ ഇത് ഡോഗിൻ്റെ കളറിൽ പോവോ അല്ല ആനിമലിൻ്റെ കളറിൽ പോവോ? യെസ്, കാരണം ഡോഗ് എന്ന ക്ലാസ്സിൻ്റെ അകത്തല്ലേ ഞാൻ ഈ കളർ വിളിച്ചിരിക്കണം. സോ ആ ഒരു കളർ ബ്ലാക്കേ ഇവിടെ ബ്ലാക്കേ പ്രിൻ്റ് ആവത്തുള്ളൂ. ബട്ട് സൂപ്പർ ഡോട്ട് കളർ എന്ന് പറയുമ്പോഴത്തേക്കും പാരൻറ്റിൻ്റെ കളറിനെ പോയി വിളിക്കും. അപ്പോൾ എന്താണ് ഇവിടെ സൂപ്പർ ഡോട്ട് കളർ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇത് ആരെ പോയി വിളിക്കും? പാരൻറ്റ് ക്ലാസ്സിൻ്റെ അകത്തുള്ള കളറിനെ പോയി വിളിക്കും. അതായത് വൈറ്റ് വരും. ഓക്കെ, വൈറ്റ് വരും. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഡി എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഡി ഡോട്ട് പ്രിൻറ്റ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് നോർമലി നടക്കുന്നത്? ഡി ഡോട്ട് പ്രിൻറ്റ് കളർ നോർമലി ഇതെങ്ങനെയാണ് നടക്കുന്നത്? ഡി ഡോട്ട് പ്രിൻറ്റ് കളർ എന്ന് പറയുമ്പോൾ നേരെ എങ്ങോട്ട് പോകും? ഇവിടെ വരും. ഇവിടെ വന്നിട്ട് ഇവിടെ എന്താ പ്രിൻറ്റ് ചെയ്യാൻ പറയുന്നത്? system.out.println കളർ. ഈ കളർ എന്ന് പറഞ്ഞാൽ നേരെ എന്തേ പോകത്തുള്ളൂ? ഡോഗ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൻ്റെ അകത്തുള്ള കളറല്ലേ, സോ അത് ബ്ലാക്കേ പ്രിൻറ്റ് ചെയ്യത്തുള്ളൂ. ഇനി രണ്ടാമത് എന്താണ്? സൂപ്പർ ഡോട്ട് കളർ. വെറും കളറായിരുന്നെങ്കിൽ ബ്ലാക്ക് തന്നെ വരും. പക്ഷേ സൂപ്പർ ഡോട്ട് കളർ എന്ന് പറയുമ്പോൾ ആരെ റെഫർ ചെയ്യും? പാരൻറ്റ് ക്ലാസ്സിലകത്തുള്ള ഇൻസ്റ്റൻസ് വേരിയബിൾ. അങ്ങനെ എന്ത് പ്രിൻ്റ് ചെയ്യും? വൈറ്റ്. അങ്ങനെയാണ് നമുക്കിവിടെ വൈറ്റ് പ്രിൻ്റ് ചെയ്തത്. ഓക്കെ, ഡൗട്ടില്ലല്ലോ? അപ്പോൾ ഇതാണ് സൂപ്പർ കീവേഡിൻ്റെ യൂസേജ്. ഓൾറെഡി നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈസ് ഇറ്റ് പോസിബിൾ ടു യൂസ് എ കീവേഡ് സൂപ്പർ വിത്തിൻ എ സ്റ്റാറ്റിക് മെത്തേഡ്? ഒരു സ്റ്റാറ്റിക് മെത്തേഡിൽ സൂപ്പർ എന്ന കീവേഡ് യൂസ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ സ്റ്റാറ്റിക് മെത്തേഡ് അല്ലെങ്കിൽ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? സൂപ്പർ കീവേഡിൻ്റെ യൂസ് ചെയ്ത് നമ്മളിഞ്ഞ് പഠിച്ചു. ഇനി സ്റ്റാറ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ബിലോങ്സ് ടു ദ ക്ലാസ് ആൻഡ് ദീസ് വിൽ ബി ലോഡ് ഇൻ ടു ദ മെമ്മറി അലോങ് വിത്ത് ദ ക്ലാസ്. ക്ലാസ്സിൻ്റെ കൂടെ തന്നെ അത് ലോഡ് ചെയ്യും. അതാണ് സ്റ്റാറ്റിക് മെത്തേഡിൻ്റെ പ്രത്യേകത. ദാറ്റ് ഈസ് വി ക്യാൻ ഇൻവോക്ക് സ്റ്റാറ്റിക് മെത്തേഡ്സ് വിത്തൗട്ട് ക്രിയേറ്റിംഗ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ തന്നെ എനിക്ക് സ്റ്റാറ്റിക് മെത്തേഡ് ഇൻവോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സൂപ്പർ കീവേഡിൻ്റെ യൂസേജ് അറിയാം. വെൻ സൂപ്പർ കീവേഡ് ഇൻ ജാവ ഇസ് യൂസ്ഡ് as റെഫറൻസ് ടു ദ ഒബ്ജക്റ്റ് ഓഫ് ദ സൂപ്പർ ക്ലാസ്. അപ്പോൾ എനിക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ തന്നെ സ്റ്റാറ്റിക് മെത്തേഡ്സിനെ ഇൻവോക്ക് ചെയ്യാമെന്ന് പറയുന്നു. സോ ഞാൻ പറഞ്ഞു സൂപ്പർ കീവേഡ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ്ഡ്? റെഫറൻസ് ഒബ്ജക്റ്റ് ഓഫ് ദ സൂപ്പർ ക്ലാസ് ആണ്. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് ടു യൂസ് സൂപ്പർ മെത്തേഡ് ദ മെത്തേഡ് ഷുഡ് ബി ഇൻവോക്ഡ് ബൈ ആൻ ഒബ്ജക്റ്റ് വിച്ച് സ്റ്റാറ്റിക് മെത്തേഡ്സ് ആർ നോട്ട്. നമുക്ക് സൂപ്പർ കീവേഡിനെ യൂസ് ചെയ്യണമെങ്കിൽ അത് ആരാണ് ഇൻവോക്ക് ചെയ്യുന്നത്? ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് ഇൻവോക്ക് ചെയ്യുന്നത്. പക്ഷേ സ്റ്റാറ്റിക് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻവോക്ക് ചെയ്യുന്നത് വിത്തൗട്ട് ക്രിയേറ്റിംഗ് ആൻ ഒബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ടു യൂസ് സൂപ്പർ കീവേഡ് ഫ്രം എ സ്റ്റാറ്റിക് മെത്തേഡ്. ഓക്കെ,
ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. സൂപ്പർ ക്ലാസ്സിൻ്റെ അകത്ത് ഞാനൊരു നെയിം എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റൻസ് വേരിയബിൾ കൊടുത്തു. ഇനി സബ് ക്ലാസ് അതിൻ്റെ അകത്തൊരു ഇൻസ്റ്റൻസ് വേരിയബിൾ നെയിം തന്നെ കൊടുത്തു. ഇനി സൂപ്പർ ഡോട്ട് നെയിം = നെയിം എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തു. ഇനി ഞാൻ വോയിഡ് ഡിസ്പ്ലേക്കകത്ത് സൂപ്പർ ഡോട്ട് നെയിമാണ് പ്രിൻറ്റ് ചെയ്യാൻ പറയുന്നത്. ഇവിടെ നോക്കിക്കേ, ന്യൂ സബ് ക്ലാസ് ഡോട്ട് ഡിസ്പ്ലേ, അതായത് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഈ മെത്തേഡിനെ ഞാൻ ഇൻവോക്ക് ചെയ്യുമ്പോഴത്തേക്കും ഡിസ്പ്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഈ മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യും. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? സൂപ്പർ ഡോട്ട് നെയിം. സൂപ്പർ ഡോട്ട് നെയിം എന്ന് പറയുമ്പോഴത്തേക്കും പാരൻറ്റ് ക്ലാസിൻ്റെ നെയിമിനെയാണ് അത് ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഒരു. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഈസ് ഇറ്റ് പോസിബിൾ ടു യൂസ് ദ സൂപ്പർ ക്യൂ വിത്ത് സ്റ്റാറ്റിക് മെത്തേഡ്? നോ, കാരണം സ്റ്റാറ്റിക് മെത്തേഡ്സ് ആർ കനോട്ട് ബി ഇൻവോക്ക്. സ്റ്റാറ്റിക് മെത്തേഡ്സിനെ ഇൻവോക്ക് ചെയ്യുന്ന വിത്തൗട്ട് ക്രിയേറ്റിംഗ് ആൻ ഒബ്ജക്റ്റ്, എന്നുവെച്ചാൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, the next question is explain in detail about byte streams and character streams with suitable code examples. നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ എന്താണ്, സ്ട്രീം എന്താണെന്ന് പറയാം. സ്ട്രീം നമ്മൾ അന്ന് നേരത്തെ പഠിച്ചു. ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് ബൈറ്റ്സ്. ജാവയിൽ സ്ട്രീം എന്ന് പറഞ്ഞാൽ ബൈറ്റ്സ് ആയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ് സ്ട്രീം യൂസ് ചെയ്യുന്നത് ജാവയിൽ? ടു മേക്ക് ദ IO ഓപ്പറേഷൻസ് ഫാസ്റ്റ്. നമ്മൾ പറഞ്ഞു 3 streams ആർ അറ്റാച്ച്ഡ് ടു ദ കൺസോൾ. ഏതൊക്കെയാണ്? system.out, system.in ആൻഡ് system.err. ഇനി എത്ര ടൈപ്സ് ഓഫ് സ്ട്രീംസ് നമ്മൾ പറഞ്ഞു? ഒരു ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡേറ്റ എ സ്ട്രീം ഹോൾഡ്സ്, ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2 ബൈറ്റ് സ്ട്രീം ആൻഡ് ക്യാരക്ടർ സ്ട്രീം. ജസ്റ്റ് ഈ ഹൈറാർക്കി ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇതിലെല്ലാം എഴുതാൻ പറ്റിയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പഠിച്ചു വയ്ക്കുക. ജാവ സ്ട്രീം ക്ലാസ്സസ് ഏതൊക്കെയുണ്ട്? ബൈറ്റ് സ്ട്രീം ക്ലാസ്സസ് ഉണ്ട്, ക്യാരക്ടർ സ്ട്രീം ക്ലാസ്സസ് ഉണ്ട്. ബൈറ്റ് സ്ട്രീമിൻ്റെ അകത്ത് ഇൻപുട്ട് സ്ട്രീമും ഔട്ട്പുട്ട് സ്ട്രീമും, അതേപോലെ ക്യാരക്ടർ സ്ട്രീമിൻ്റെ അകത്ത് റീഡറും റൈറ്ററും. ഇനി ഇൻപുട്ട് സ്ട്രീമിൻ്റെ അകത്ത് നമുക്ക് ഫയൽ ഇൻപുട്ട് സ്ട്രീമിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഔട്ട്പുട്ട് സ്ട്രീമിൻ്റെ അകത്ത് ഫയൽ ഔട്ട്പുട്ട് സ്ട്രീം. ഏതെങ്കിലും 1-2 പഠിച്ചു വയ്ക്കുക. ഫയൽ ഇൻപുട്ട് സ്ട്രീമും ഫയൽ ഔട്ട്പുട്ട് സ്ട്രീമും. ദെൻ ബൈറ്ററി ഇൻപുട്ട് സ്ട്രീം, ബൈറ്ററി ഔട്ട്പുട്ട് സ്ട്രീം. ഓക്കെ, അപ്പോൾ അതിൻ്റെ മാർക്ക് ചെയ്യേണ്ട റീഡിങ് സ്ട്രീമും ഔട്ട്പുട്ട് സ്ട്രീമും ആകുമ്പോൾ റൈറ്റിംഗ് സ്ട്രീം. ഇനി ക്യാരക്ടർ സ്ട്രീം എന്ന് പറയുമ്പോൾ മെയിൻലി ഡിവൈഡഡ് ഇൻറ്റു 2, റീഡർ സ്ട്രീമും റൈറ്റർ സ്ട്രീമും. റീഡറിൻ്റെ അകത്ത് ബഫേർഡ് റീഡറും റൈറ്ററിൻ്റെ അകത്ത് ബഫേർഡ് റൈറ്ററും. ഓക്കെ, ഇവിടെ ബൈറ്റ് അറേ ആണ് ഇൻപുട്ട് സ്ട്രീം. ബൈറ്റ് അറേ ഇവിടെ വരുമ്പോൾ എന്തൊരു ക്യാർ അറേ റീഡർ, ക്യാർ അറേ റൈറ്റർ. ഓക്കെ, അപ്പോൾ കമ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത് ബഫേർഡ് ഇൻപുട്ട് സ്ട്രീമും ബഫേർഡ് ഔട്ട്പുട്ട് സ്ട്രീമും. ഇവിടെ വരുമ്പോൾ ഫയൽ റീഡറും ഫയൽ റൈറ്ററും. ഓക്കെ, അപ്പോൾ ഈ ഹൈറാർക്കി ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കില്ല, എല്ലാം നമുക്ക് ചിലതൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ബൈറ്റ് സ്ട്രീം എന്താണെന്ന്. ബൈറ്റ് സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു റീഡ് ആൻഡ് റൈറ്റ് എ സിംഗിൾ ബൈറ്റ് ഓഫ് ഡേറ്റ. ഓക്കെ, അപ്പോൾ അത് 2 ബേസ് അബ്സ്ട്രാക്ട് ക്ലാസ്സസിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത് നമ്മളോട് കണ്ടു. ഇൻപുട്ട് സ്ട്രീമും ഔട്ട്പുട്ട് സ്ട്രീമും. അപ്പോൾ ഇൻപുട്ട് സ്ട്രീം ക്ലാസ് എന്ന് പറയുമ്പം അതെങ്ങനെയാണ്? ഇൻപുട്ട് ഓപ്പറേഷൻസ്, ബൈറ്റ് സ്ട്രീമിൻ്റെ ഇൻപുട്ട് ഓപ്പറേഷനാണ്. ഔട്ട്പുട്ട് സ്ട്രീം എന്ന് പറയുമ്പോൾ ബൈറ്റ് സ്ട്രീം ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ആണ്. ഓക്കെ, സോഴ്സിൽ നിന്ന് വരുന്ന അതിനെ നമ്മൾ റീഡ് ചെയ്യുന്നത് എങ്ങനെയായിട്ടാണ്? ബൈറ്റ് ആയിട്ടായിരുന്നു. ബൈറ്റായിട്ട് റീഡ് നമ്മൾ ഡെസ്റ്റിനേഷനിലോട്ട് റൈറ്റ് ചെയ്യും ത്രൂ ഔട്ട്പുട്ട് സ്ട്രീം. ഓക്കെ, അപ്പോൾ ജാവ ഇൻപുട്ട് സ്ട്രീം ക്ലാസ്സിൻ്റെ അകത്ത് കുറച്ച് മെത്തേഡ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. റീഡ്, അവൈലബിൾ, ക്ലോസ്. ഓക്കെ, അതേപോലെ ഔട്ട്പുട്ട് സ്ട്രീമിൻ്റെ അകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് റൈറ്റ് ഇൻറ്റ്, റൈറ്റ് ബൈറ്റ്, ദെൻ ക്ലോസ്. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ മെത്തേഡ്സും പഠിക്കണമെന്നില്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇനി ജാവ പ്രോഗ്രാം ദ റീഡ് എ ഫയൽ ആൻഡ് റൈറ്റ് എ ഫയൽ ബൈ ഹാൻഡ്ലിംഗ് ഓൾ ഫയൽ റിലേറ്റഡ് എക്സെപ്ഷൻസ് യൂസിങ്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിത് ഫയൽ ഇൻപുട്ട് സ്ട്രീമോ ഫയൽ ഔട്ട്പുട്ട് സ്ട്രീമോ വെച്ചിട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഫയൽ ഇൻപുട്ട് സ്ട്രീമോ ഫയൽ ഔട്ട്പുട്ട് സ്ട്രീമോ. അപ്പോൾ നമ്മളിത് ഓൾറെഡി എവിടെ പഠിച്ചിട്ടുണ്ട്? ഇത് നമ്മൾ ജാവ ലാബിൽ നമ്മളിത് ഓൾറെഡി ലാബിൽ നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചിട്ടുള്ള എക്സ്പെരിമെൻ്റാണ്. നിങ്ങൾക്ക് അത് ഓർമ്മയാണോ എന്ന് വിചാരിക്കുന്നു. ഞാൻ അവിടെ മുന്നേ ഉള്ള വീഡിയോസിൽ നിങ്ങൾ റെഫർ ചെയ്താൽ മതിയാവും. ഇത് നമ്മൾ നേരത്തെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അങ്ങനെ ബൈറ്റ് സ്ട്രീം കഴിഞ്ഞു. നെക്സ്റ്റ് ക്യാരക്ടർ സ്ട്രീം. ക്യാരക്ടർ സ്ട്രീം ആകുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കണം അത് 2 അബ്സ്ട്രാക്ട് ക്ലാസ്സിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുന്ന റീഡറും റൈറ്ററും.
ഓക്കെ. അപ്പം ദാറ്റ് ഈസ് യൂസ്ഡ് ടു പെർഫോം ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫോർ യൂണിറ്റ് 16-bit യൂണിറ്റ് കോഡാണ്. അപ്പം ഫയൽ റീഡർ എന്ന് പറയുമ്പോൾ ഫയൽ ഇൻപുട്ട് സ്ട്രീമും ഫയൽ റീഡർ എന്ന് പറഞ്ഞാൽ ഫയൽ ഔട്ട്പുട്ട് സ്ട്രീമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം നമ്മൾ ഫയൽ റീഡറും ഫയൽ റൈറ്ററും വെച്ചിട്ടുള്ള എക്സാമ്പിളാണ് ഇത്. നമ്മളിതും ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. ഇപ്പം നമുക്ക് രണ്ടിൻ്റെയും കോഡ് എക്സാമ്പിൾസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫയൽ ഇൻപുട്ട് സ്ട്രീമും ഫയൽ ഔട്ട്പുട്ട് സ്ട്രീമും അതേപോലെ തന്നെ നമ്മൾ ഫയൽ റീഡറും ഫയൽ റൈറ്ററും വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മുന്നത്തുള്ള വീഡിയോസ് ഒന്ന് റെഫർ ചെയ്താൽ മതിയാവും. ഓക്കെ. അപ്പോൾ ഇതാണ് ക്യാരക്ടർ സ്ട്രീമും ബൈറ്റ് സ്ട്രീമും തമ്മിലുള്ള ഡിഫറൻസും അതൊരു എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചാൽ ഇത്ര എഴുതണം. ഇത് 2015 സ്കീമിലും ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഒരു പ്രാവശ്യം ഈ ഹൈറാർക്കി ചോദിച്ചിട്ടുണ്ട്. അതാണ് ഈ ഹൈറാർക്കി ചോദിക്കുമ്പോൾ ജസ്റ്റ് ഇതൊന്ന് വരയ്ക്കുക. ഓക്കെ. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ബൈറ്റ് സ്ട്രീം ക്യാരക്ടർ സ്ട്രീം, അതെല്ലാം മെയിനായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഇതും കാണിക്കുക. പിന്നെ രണ്ടും എല്ലാം ഞാൻ പറഞ്ഞു എല്ലാം ഇത് വേണമെന്നില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും 2, 3 ഇങ്ങനെ ഒന്ന് ഫിഗർ വരച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ഈ എക്സ്പ്ലനേഷൻ മതിയാകും. ഓക്കെ. Then moving on to next question. Describe in detail about exception handling, try block and catch block with the help of a suitable Java program. ഈ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ഒരിക്കലും നെഗ്ലെക്റ്റ് ചെയ്യല്. മീൻസ് ആ ടോപ്പിക് ഒരിക്കലും നെഗ്ലെക്റ്റ് ചെയ്യല്. പഠിക്കാനും ഈസിയാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതിപ്പം ട്രൈയും ക്യാച്ചും കേസ് മാത്രമേ ഇതിൽ ചോദിച്ചിട്ടുള്ളൂ. ട്രൈയും ചോദിച്ചിട്ടുള്ളൂ, ക്യാച്ചും അതേപോലെ തന്നെ ത്രോസ് ഫൈനലി. ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 5 കാര്യങ്ങളും 5 ഈ കീ എക്സെപ്ഷൻ ഹാൻഡ്ലേഴ്സും നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ട്രൈയും ക്യാച്ചും ആണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് യു ഹാവ് ടു റൈറ്റ് വാട്ട് ഈസ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഹാൻഡിൽ ദ runtime errors so that the normal flow of application can be maintained. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. നമുക്കിപ്പോൾ നമ്മുടെ ഒരു സപ്പോസ് അതിൻ്റെ ഒരു പ്രോഗ്രാം കോഡ് 1, 2, 3, 4 അങ്ങനെ കോഡ് ഇങ്ങനെ ഉണ്ട്. അതിൽ മനസ്സിലാക്കാം ഈ ഫിഫ്ത്ത് ലൈനിൽ ഒരു എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്തു എന്ന് വിചാരിച്ചു. 5th ലൈനിൽ ഇനി ബാക്കി 6 ഉണ്ട്, 7 ഉണ്ട്. 5th ലൈനിൽ ഒരു എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഈ താഴോട്ടൊന്നും എക്സിക്യൂട്ട് ചെയ്തില്ല. അപ്പോൾ പ്രോഗ്രാം അവിടെ വെച്ചിട്ട് ടെർമിനേറ്റ് ചെയ്യും. ഇപ്പോൾ നോർമൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ അവിടെ ടെർമിനേറ്റ് ചെയ്യും ഒരു എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ. മനസ്സിലായോ? അപ്പം ആദ്യത്തെ ഇത്രയും ലൈൻസ് ഓഫ് കോഡിൽ ഒരു എക്സെപ്ഷനും ഇല്ല. 5th ലൈനിലെത്തിയപ്പോഴത്തേ ഒരു എക്സെപ്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് പറ്റും? റെസ്റ്റ് ഓഫ് ദ പ്രോഗ്രാം ഡസൻ വർക്ക്. അവിടെ വെച്ച് പ്രോഗ്രാം എക്സിക്യൂഷൻ ടെർമിനേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടെർമിനേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് ആ നോർമൽ ഫ്ലോ ഓഫ് ദ ആപ്ലിക്കേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? എക്സെപ്ഷൻ ഹാൻഡ്ലേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ടെർമിനേറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനെ പറയും എക്സെപ്ഷൻ എന്ന് പറയും. ആ എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്യുന്ന മെക്കാനിസമാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങും. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സെപ്ഷൻസ് വരാം. എങ്ങനത്തെ ടൈപ്സ് ഓഫ് എറേഴ്സ് അല്ലെങ്കിൽ എക്സെപ്ഷൻസ് ജനറേറ്റ് ചെയ്യാം? ക്ലാസ് നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ, IO എക്സെപ്ഷൻ, SQL എക്സെപ്ഷൻ എക്സെട്ര. ഓക്കെ. ദെൻ ആട്ടോമാറ്റിക് എക്സെപ്ഷൻ എക്സെട്ര. ഓക്കെ. അപ്പോൾ നമ്മുടെ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിൻ്റെ കോർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ടു മെയിൻറ്റെയിൻ ദ നോർമൽ ഫ്ലോ ഓഫ് ദ ആപ്ലിക്കേഷൻ. ഓക്കെ. അപ്പോൾ ടൈപ്സ് ഓഫ് ജാവ എക്സെപ്ഷൻ ചെക്ക്ഡ് ആൻഡ് അൺചെക്ക്ഡ് ആണ്. ഓക്കെ. ഇനി എന്താണ് അതും ചോദിച്ചിട്ടുണ്ട്. ചെക്ക്ഡും അൺചെക്ഡും തമ്മിലുള്ള ഡിഫറൻസ്. സോ ചെക്ക്ഡ് എക്സെപ്ഷൻ എന്ന് പറയുന്നത് ദ ക്ലാസസ് വിച്ച് ഡയറക്ട്ലി ഇൻഹെറിറ്റ് ട്രോബിൾ ക്ലാസ് എക്സെപ്റ്റ് റൺ ടൈം എക്സെപ്ഷൻസ് ആൻഡ് എറർ ആർ നോൺ ആസ് ചെക്ക്ഡ് എക്സെപ്ഷൻസ്. അതായത് ട്രോബിൾ ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്ന ക്ലാസ്സസ് ആണ് നമ്മൾ ചെക്ക്ഡ് എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ IO എക്സെപ്ഷൻ, SQL എക്സെപ്ഷൻ എക്സെട്ര. ദേ ആർ ചെക്ക്ഡ് അറ്റ് കമ്പൈൽ ടൈം ആണ്. ഓക്കെ. ഇനി അൺചെക്ഡ് എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ദ ക്ലാസസ് വിച്ച് ഇൻഹെറിറ്റ് റൺ ടൈം എക്സെപ്ഷൻ. റൺ ടൈം എക്സെപ്ഷനെ ഇൻഹെറിറ്റ് ചെയ്യുന്ന ക്ലാസസിനെയാണ് അൺചെക്ഡ് എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ദേ ആർ ചെക്ക്ഡ് അറ്റ് റൺ ടൈം ആണ്. ഓക്കെ.
എക്സാമ്പിൾ അർത്തമെറ്റിക് എക്സെപ്ഷൻ, നൾ പോയിൻറ്റഡ് എക്സെപ്ഷൻ. അർത്തമെറ്റിക് എക്സെപ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഡിവൈഡ് ബൈ 0 ഒക്കെ വരുവാണെങ്കിൽ അർത്തമെറ്റിക് എക്സെപ്ഷൻ വരും. അതൊക്കെ ഏത് ടൈപ്പ് ഓഫ് എക്സെപ്ഷനിൽ വരുന്നതാണ്? ചെക്ക്ഡ് ആണോ അൺചെക്ക്ഡ് ആണോ? ഇറ്റ്സ് അൺചെക്ക്ഡ് എക്സെപ്ഷൻ. ഓക്കെ. ദെൻ എറർ ഈസ് ഇറക്കവറബിൾ. ദാറ്റ് ഈസ് എറർ എന്നൊരു എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. അത് ഔട്ട് ഓഫ് മെമ്മറി, വെർച്വൽ മെഷീൻ എറർ, അസോഷൻ എറർ, അതൊക്കെയാണ് എറർ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ഇനി ട്രൈ ക്യാച്ച് ബ്ലോക്കിൻ്റെ എക്സ്പ്ലനേഷനാണ് പറയുന്നത്. ട്രൈ ക്യാച്ച് ബ്ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് ട്രൈ എന്ന് പറയുമ്പോൾ എന്താണ്? ഏത് പ്രോഗ്രാം സ്റ്റേറ്റ്മെൻ്റ് ആണോ എക്സെപ്ഷൻസ് ജനറേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത്, അത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് വി ഷുഡ് റിട്ടേൺ വിത്തിൻ ദ ട്രൈ ബ്ലോക്ക്. അപ്പോൾ അങ്ങനെ ഒരു എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യുവാണെങ്കിൽ അതിനെ ക്യാച്ച് ചെയ്യാനാണ് ഇറ്റ് ഈസ് ഫോളോഡ് ബൈ എ ക്യാച്ച് ബ്ലോക്ക്. ഓക്കെ. അതിൻ്റെ സിൻടാക്സ് നോക്കിക്കേ. ട്രൈൻ്റെ അകത്ത് ബ്ലോക്ക് ഓഫ് കോഡ് ദാറ്റ് മേ ത്രൂ ആൻ എക്സെപ്ഷൻ ത്രോ ചെയ്യുന്ന ബ്ലോക്ക് ഓഫ് കോഡാണ് ട്രൈക്ക് അത് കൊടുക്കുന്നത്. ദെൻ സിൻടാക്സ് നോക്കുക. ക്യാച്ച് എക്സെപ്ഷൻ എന്ന് പറഞ്ഞൊരു ക്ലാസ്സാണ്, അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ. ക്യാച്ചിൻ്റെ അകത്ത് എന്താണ്? ബ്ലോക്ക് ഓഫ് കോഡ് ടു ഹാൻഡിൽ എറേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കോഡ് അല്ലെങ്കിൽ എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്ത് അതിനെ ക്യാച്ച് ചെയ്യാനുള്ള പിന്നീട് അതിൻ്റെ പ്രൊസീജിയർ ഉണ്ടാകും. അതാണ് നമ്മളെവിടെ കൊടുക്കുന്നത്? ക്യാച്ച് ബ്ലോക്കിൻ്റെ അകത്ത് കൊടുക്കുന്നത്. അപ്പം ഞാനൊരു എക്സാമ്പിൾ എക്സെപ്ഷൻ ഹാൻഡ്ലിങ് യൂസ് ചെയ്യാതെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ഒരു ക്ലാസ് കൊടുത്തു, പബ്ലിക് സ്റ്റാറ്റിക് പോയി നോക്കി ഇൻറ്റ് ഡേറ്റ ഇസിക്കൽ 50/0. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എത്തിയപ്പോൾ എന്താണ്? ഒരു എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്തു. എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യുവാണെങ്കിൽ ഇത് പ്രിൻറ്റ് ചെയ്യത്തില്ല, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റ് ചെയ്യത്തില്ല. ഇവിടെ വെച്ച് എന്താവും? സ്റ്റോപ്പ് ആവും. അപ്പോൾ നമുക്ക് എന്ത് എറർ വരും? എക്സെപ്ഷൻ ഇൻ ത്രെഡ്. ഇവിടെ എന്ത് എക്സെപ്ഷനാണ്? ആ എക്സെപ്ഷനും കൂടി ഇവിടെ കാണിക്കും. ഏതാണ്? അർത്തമെറ്റിക് എക്സെപ്ഷൻ, അത് by 0. ആ ഒരു എക്സെപ്ഷനാണ് ഇവിടെ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സെപ്ഷൻ ഹാൻഡ്ലേഴ്സ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. ഇനി സപ്പോസ് ഞാൻ എക്സെപ്ഷൻ ഹാൻഡ്ലേഴ്സ് ഇതിൽ യൂസ് ചെയ്ത് എനിക്കിത് എങ്ങനെ സോൾവ് ചെയ്യാം? അപ്പോൾ അതാണ് കൊടുത്തിരിക്കുന്നത്. വേറൊന്നുമില്ല, ഞാൻ ഈ സെയിം കോഡ് തന്നെ കൊടുത്തു. ഈ പറയുന്ന ഇൻറ്റ് ഡേറ്റ ഇസിക്കൽ 50/0 എന്ന് പറഞ്ഞാൽ എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്തതല്ലേ, അത് ഞാൻ ഏത് ബ്ലോക്കിൻ്റെ അകത്ത് കൊടുത്തു? ട്രൈ എന്ന് പറഞ്ഞ ബ്ലോക്കിൻ്റെ അകത്ത് കൊടുത്തു. ഇനി അതിൻ്റെ ട്രൈ ബ്ലോക്ക് ഇറ്റ് ഷുഡ് ബി ഫോളോഡ് ബൈ ദ ക്യാച്ച് ബ്ലോക്കിൻ്റെ അകത്ത് എന്ത് കൊടുത്തു? ജസ്റ്റ് ഒന്ന് എക്സെപ്ഷൻ ഓക്കർ ചെയ്തു എന്ന് ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു. ഇങ്ങനെ വരുവാണെങ്കിൽ ഇവിടെ എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്തപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? അവിടെ വെച്ചിട്ട് അങ്ങ് എറർ വരുവാണ്. എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്തെന്ന് കാണിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്തു, പക്ഷേ ഞാൻ ട്രൈ ബ്ലോക്കിൻ്റെ അകത്താണ് കൊടുത്തിരിക്കുന്നത്. അതിനെ ക്യാച്ച് വെച്ചിട്ട് അത് ക്യാച്ച് ചെയ്തു. അപ്പോൾ എന്ത് വരും? നോർമലി ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ദ കോഡും എക്സിക്യൂട്ട് ചെയ്യും. കാരണം എക്സെപ്ഷൻ ഇവിടെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ബൈ യൂസിങ് ദ ട്രൈ ക്യാച്ച് ബ്ലോക്ക്. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? ആദ്യം എന്ത് പറ്റും? ഇവിടെ ഒരു എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്തുകൊണ്ട് അത് ഇയാൾ പ്രിൻറ്റ് ചെയ്യും. എന്ത് വരും? എക്സെപ്ഷൻ ഒക്കേർഡ്. അതാണ് ഇവിടെ എക്സെപ്ഷൻ ഒക്കേർഡ് എന്ന് വന്നത്. ഇനി അത് കഴിഞ്ഞ് എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്ത് ട്രൈ ക്യാച്ച് ബ്ലോക്ക് തന്നെ ഹാൻഡിൽ ചെയ്തു. അപ്പോൾ റെസ്റ്റ് ഓഫ് ദ കോഡ് അങ്ങ് പ്രിൻ്റ് ആവും. അതാണ് ഈ ഒരു ഇവിടെ പ്രിൻ്റ് ആയത്. എന്താ? റെസ്റ്റ് ഓഫ് ദ കോഡ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സെപ്ഷൻ ഹാൻഡ്ലേഴ്സ് അല്ലെങ്കിൽ എക്സെപ്ഷൻ കീവേഡ്സ് വെച്ചിട്ട് എങ്ങനെ അത് സൊല്യൂഷൻ കിട്ടുമെന്നുള്ളതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ.